മാഷാ അല്ലാഹ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ തമ്പനിയിൽ കണ്ടതുപോലെ നമ്മളെ പുതിയ വീട് പണി നടക്കട്ടോ. കാണുന്ന വീട് തന്നെയാണ്, പാടത്താണ് കേട്ടോ നമ്മളെ വീട്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു തോടൊക്കെ ഉണ്ട്, തോടൊക്കെ കടന്നിട്ട് വേണം നമുക്ക് പാടത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകണം കിട്ടാ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നടന്നു പോകണം. ഞാനിനി ഫോണിലേക്ക് നോക്കി നിന്നാൽ ചിലപ്പോൾ ഞാൻ ഇവിടെ തോട്ടിലോ അല്ലെങ്കിൽ കണ്ടത്തിലോ ഒക്കെ എടുക്കുന്നുണ്ടാവും, അത് കാരണം നോക്കാൻ പറ്റില്ല. അപ്പോൾ ആ വീട്ടിലേക്ക് നമ്മളിങ്ങനെ പാടത്തിൽ കൂടെ കുറേ നടന്നിട്ട്, കുറേ എന്ന് പറഞ്ഞാൽ ഇതിനെ എളുപ്പമാണ് കേട്ടോ. പക്ഷെ മഴ പെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഇതിനെ കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ 2 ദിവസം മഴ കിട്ടിയ കാരണം കൊണ്ട് അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ആയിട്ട് ചെളിമാതിരിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അങ്ങനെ നമ്മളിതാ ഇപ്പുറത്തേക്ക് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, ഇതാണ് ഞങ്ങളെ പുതിയ വീട് പണി തുടങ്ങിയിട്ട് 10 വർഷമൊക്കെ ആയിട്ടാ. ഇരിക്കാനൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല മുഴുവനായിട്ട്. പക്ഷേ ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഏകദേശം പണികളൊക്കെ പൂർത്തിയായി തുടങ്ങിയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പോൾ ജക്കാക്കാൻ്റെ 10 വർഷത്തെ കഠിന അധ്വാനം തന്നെയാണ് കേട്ടോ അതിലുള്ളത്. മാഷാ അല്ലാഹ്, അത്ര അല്ലായില്ലേ പാടായാറിന്. അതൊന്ന് കോരിക്കാണ് നമുക്ക് ലേശം വെള്ളം കുടിക്കട്ടെ. ആദ്യമായിട്ട് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചിട്ടുണ്ട്, ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. നമ്മളെ കിണറിന് വെള്ളം കണ്ടോ. വലയുടെ ഉള്ളിൽ കയറിയിരിക്കാം. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് കുടിച്ചിട്ടാണ്. അൽഹംദുലില്ലാഹ് നല്ല വെള്ളമൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ കിണറൊക്കെ മൂടിയിട്ടു നമ്മളിങ്ങനെ അകത്തേക്ക് പോവാണ്. പിന്നെ ഈ ഒരു ഭാഗം നമ്മളിപ്പോൾ അവിടെ നിന്ന് നടന്ന് വന്ന സൈഡ് മൊത്തം കണ്ടോ പാടം, ഇത് ബാക്കിൽ കണ്ടോ മൊത്തം പാടാണ്. ഈ സൈഡും 4 സൈഡൊക്കെ മൊത്തം കേട്ടോ. നമ്മളെ വീട്ടിൽ അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ. പക്ഷെ അപ്പുറത്തെ സൈഡിലുള്ളതിനെക്കാട്ടിലും വെള്ളം ഈ സൈഡിലേക്ക് ഉണ്ട്. പാടായത് കാരണമാണ് നമ്മളെ കിണറ്റിൽ ഇത്ര വെള്ളം കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് വലിയൊരു കുളം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടിയും ഗുണമാവും. അങ്ങനെ ഇപ്പോഴും വറ്റാത്ത ഒരു കുളമാണ് അവിടെ കേട്ടോ. അപ്പോൾ ഇത് വീട് പണി ഇതാ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കേണ്ടതെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റബ്ബൊക്കെ എല്ലാതും എളുപ്പമാക്കി തരട്ടെ. നിങ്ങൾ ഞങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണം. നല്ല രീതിയിൽ നല്ലപോലെ റാഹത്തായിട്ട് വീടിരിക്കലൊക്കെ കഴിയാനും എല്ലാതും വേണ്ടിയിട്ട് നിങ്ങളും ദുആ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ വൈകുന്നേരമായി, നമ്മൾ വൈകുന്നേരത്താണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇക്കായും തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർ കല്യാണം ഉണ്ട്, റിസപ്ഷനൊക്കെ വേണ്ടിയിട്ട് പോയിക്കാണ്, കുട്ടികളും ഉമ്മയും എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ്. അങ്ങനെ ഇതാ കൊറ്റികളൊക്കെ അത് അങ്ങനെ ഓരോ നിലക്കൊന്ന് പാരി നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവാണ്. പിന്നെ നിലത്തൊക്കെ പന്നി നല്ലോണം ഉണ്ട് കേട്ടോ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ. അപ്പോൾ അത് വരമ്പൊക്കെ കുത്തിമറിച്ചിട്ടതാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇക്കാതെ നല്ല സ്പീഡിൽ നടന്നു പോകും. ഞാൻ ഒപ്പം എത്താൻ കുറച്ച് പാടാണ്. അപ്പോൾ അത് കാരണം ഇതിലും നോക്കി നടന്നിട്ടുണ്ട് ചെങ്കിൽ അതായത് ഉണ്ടാവില്ല. പിന്നെ മേഘം കണ്ടോ, സന്ധ്യ സമയമായ കാരണം നല്ല ഭംഗിയുണ്ട് അസ്തമയം കാണാൻ കേട്ടോ. ആകാശമൊക്കെ ചുവന്നിരിക്കുകയാണ്. പിന്നെ ഏകദേശം ഒരു വൈകുന്നേരം മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് വിശേഷം കാര്യങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് ഇനിയും ഫുള്ള് നല്ലപോലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തായാലും നല്ലപോലെ നടക്കട്ടെ, നിങ്ങളെന്താ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാട്ടെ. ഇനി തോടൊക്കെ ചാടി കടന്നിട്ട് വേണം പോകാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ അറിയാം ഈ ഒരു കണ്ടത്തിലൊന്നും വെള്ളമില്ല. ഇപ്പുറത്തെ കണ്ടത്തിൽ സൈഡിൽ മാത്രമേ വെള്ളം നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ചെരിവാണ് ഈ ഒരു സ്ഥലം തോന്നുന്നത്. അത് കാരണമാണ് അങ്ങോട്ട് നമ്മളിപ്പോൾ ഉള്ള വീടിൻ്റെ അവിടേക്കും ആ കണ്ടത്തിലൊന്നും കണ്ടോ വെള്ളമില്ല. അവിടെയൊക്കെ ഇങ്ങനെ നല്ലപോലെ തന്നെയാണ് കിടക്കണത് കേട്ടോ. പക്ഷെ ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെ വെള്ളമുണ്ട്. അതാണ് നമ്മൾ ആ ഭാഗത്ത് കിണറിലായാലും നല്ലോണം വെള്ളം കയറി നിൽക്കുന്നത് കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ തറവാട്ടിൽ ഇവിടെ വീട്ടിലായാലും അത്യാവശ്യം വെള്ളം മഴ പെയ്തപ്പോൾ വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വിശേഷം വീഡിയോകളൊക്കെ. പിന്നെ അതാ നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് ഇത്രയും പോന്നു. ഒരു സൈഡിൽ നിന്ന് ഒരു കരപ്പുറമാണെങ്കിൽ ഒരു കരപ്പുറമാണ് കേട്ടോ. പക്ഷെ നടന്നിങ്ങനെ പോരുമ്പോൾ അറിയൊന്നുമില്ല കേട്ടോ. ഈ സൈറ്റ് പെട്ടെന്ന് കടന്നു പോരാനൊക്കെ എളുപ്പമാണ് കേട്ടോ. പിന്നെ കണ്ടോ ഇവിടെ പാറയാണ് ഈ ഒരു സൈഡ്. പാടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ നിലത്ത് പാറ പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. കണ്ടോ ഇതൊരു പാറയാണ്, വെട്ടുപാറ പോലത്തെ ഒരു സൈസ് പാറയാണുള്ളത്.
അങ്ങനെ ഞങ്ങൾ തോടൊക്കെ ചാടിക്കടന്നു നമ്മൾ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരെന്ന് വെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളെ കട്ട സപ്പോർട്ട് ഞങ്ങളെ കൂടെ പോകാൻ കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണേണ്ടതായിരിക്കും. അസ്സലാമു അലൈക്കും. പിന്നെ ആകാശമൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പം ഇങ്ങനെ ഈ ഒരു സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ കാരണം നല്ല രസമുണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ സാധാരണ നമ്മൾ വീട്ടിലല്ല അകത്തല്ല ഉണ്ടാവുക. ഒരു വൈകുന്നേരം ആയ സമയത്തൊക്കെ നമ്മൾ നിസ്കാരത്തിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തിരക്കാവുമല്ലോ. അങ്ങനെ നമ്മളിതാ നടന്ന് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാൻ തിരക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.